ഇന്ന് ഡിസംബർ 6-ാം തീയതി. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 4-ാം അധ്യായം. മകനെ, പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്നും മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്നും കണ്ണു തിരിക്കുകയുമരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയുമരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമാധാനവും നായകനെ നമിക്കുക. പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടുകൂടിയും മറുപടി നൽകുക. മർദ്ദകൻ്റെ കയ്യിൽ നിന്നും മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായ ന്യായം വിധിക്കുക. അനാഥർക്കും പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.